നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു പേരില്ലാത്ത മെസ്സേജ് വന്നു. സാധാരണ ആൾക്കാർക്ക് സാധാരണ രീതിയിൽ തിരുമേനി കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമെന്ന്. ഏതോ സാധാരണ വ്യക്തി എന്നോട് ചോദിച്ചതാണ്. പേരും നാളുമൊന്നുമില്ല, ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഒരു മെസ്സേജ് ഇങ്ങനെ ടൈപ്പ് ചെയ്തെടുക്കാനുള്ള സമയമില്ലാത്തതാണ്. പിന്നെ ഞാനത് ആലോചിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. ഞാൻ നിരവധി തവണ നിരവധി കാര്യങ്ങൾ നിങ്ങളുമായി സംവദിച്ചിട്ടുണ്ട്. സാധാരണ ജീവിതത്തിൽ സാധാരണ വ്യക്തിക്ക് സാധാരണമായ ഐശ്വര്യം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് അദ്ദേഹം ചോദിച്ചത്. ഞാൻ സാധാരണ വ്യക്തിക്ക് ഐശ്വര്യം ഉണ്ടാകാനുള്ള ഒരു 9 കാര്യങ്ങൾ പറയാം. വലിയ ഒരു പൈസ മുടക്കവും ഇല്ലാതെ, ഒരുപാട് സമയം കളയാതെ, ഒരുപാട് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഐശ്വര്യത്തിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് ഒരു ജീവിതത്തിൽ ഭൗതികപരമായി ഐശ്വര്യം സമ്പത്തുണ്ടാക്കണം. ഭൗതിക സുഖങ്ങളെ നൽകുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ്. ലക്ഷ്മി അനുഗ്രഹിക്കണമെങ്കിൽ ആത്മീയ സുഖം വേണം. ആത്മീയമായ സുഖത്തിലൂടെ ദൈവത്തിലൂടെ ആത്മീയമായ കാര്യങ്ങളിലൂടെ കിട്ടുന്ന അനുഗ്രഹമാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആത്മീയതയും ഭൗതിക സുഖവും ഏറ്റവും അടുത്ത് ബന്ധമുള്ള 2 കാര്യങ്ങളാണ്. ഒരാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം രാവിലെ എണീക്കുക എന്നുള്ളൊരു ശീലമാക്കുക. രാത്രി 12 മണി വരെ മൊബൈൽ നോക്കിയിട്ട് രാവിലെ 9:30, 10 മണി, 11 മണിക്ക് എണീക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവിടെ ഐശ്വര്യം പാടില്ല. എക്സ്പെഷ്യലി സ്ത്രീകൾ, പെൺകുട്ടികൾ നിർബന്ധമായും രാവിലെ തന്നെ എണീക്കണം. ആൺകുട്ടികൾ നിർബന്ധം കേട്ടോ. അപ്പോൾ ഇപ്പം 2 പേരും ഈക്വലാണല്ലോ. നമ്മൾ പെൺകുട്ടികളുടെ കാര്യം പറഞ്ഞാൽ എന്താ ആൺകുട്ടികൾക്ക് ഐശ്വര്യം വേണ്ടതെന്ന് അങ്ങനെയല്ല. ഈ സ്ത്രീക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, സ്ത്രീകൾ ബഹുമാനിക്കപ്പെട്ട ഭഗവതി സമ്പ്രദായത്തിലുള്ള കുട്ടികളായിട്ടാണ്. അപ്പോൾ അവർ നന്നായി സന്തോഷമായി കുടുംബത്തിരുന്നാൽ കുടുംബത്തിൽ മുഴുവൻ ലക്ഷ്മി നിറയും. അങ്ങനൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീക്കുന്ന എല്ലാവരും രാവിലെ എണീക്കാനൊരു ശീലമാക്കുക. രാവിലെ വീടും പരിസരവും ശുചിയാക്കുക. ഇതാണ് ഫസ്റ്റ് കാര്യം. രാവിലെ എണീക്കാൻ ശീലമാക്കുക. രാവിലെ വീടും പരിസരവും ശുചിയാക്കുക. കുറച്ച് ചാണകവെള്ളം എന്തെങ്കിലുമൊക്കെ തളിച്ച് ഒന്ന് വൃത്തിയാക്കുക. എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് ഒറ്റ വാക്കി പറഞ്ഞാൽ അടിച്ചു വാരി തളിക്കുക. ഐശ്വര്യം ഉണ്ടാവാനുള്ള ആദ്യത്തെ ഒരു മാർഗ്ഗമാണ്. രണ്ടാമതെന്താ? നിർബന്ധമായും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കുളിക്കുക. സൂര്യന് മുമ്പ് കുളിക്കുക മാത്രമല്ല, കുളിച്ച് വിളക്ക് വയ്ക്കുക. അപ്പോൾ രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പായിട്ട്, അതായത് സൂര്യോദയത്തിന് മുമ്പ് ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ കുളിച്ചിട്ട് ഒന്ന് വിളക്ക് വെച്ച് തൊഴുതിട്ട് പഠിക്കാനിരുന്നാൽ ഏത് സിവിൽ സർവീസും അവർക്ക് ഈസിയാണ്. അത്ര ശക്തിയാണ് പഠിക്കുന്നതിനൊക്കെ. ഏത് സാധനവും ഡയറക്റ്റ് അങ്ങനെ ഓർമ്മയിൽ നിൽക്കും. അത്രയ്ക്ക് പവർഫുൾ ടൈമാണ് ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത്. ഞാൻ നിരവധി തവണ പറഞ്ഞാൽ അത് ആവർത്തിക്കുന്നില്ല. അപ്പം രണ്ടാമതായിട്ട് കുളിച്ച് വിളക്ക് വയ്ക്കുക. മൂന്നാമത് ചെയ്യേണ്ടത് ലക്ഷ്മിയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്, ലക്ഷ്മി ദേവത കുടികൊള്ളുന്ന സ്ഥലം എന്ന് പറയുന്നത് തുളസിയാണ്. തുളസിക്ക് വിളക്ക് വയ്ക്കലും, തുളസിക്ക് ജലമൊഴിക്കലും, തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കലും. ഈ തുളസിക്കൊരു കുഴപ്പമുണ്ട്. നമ്മുടെ ഈ തുളസിയുടെ കതിരൊക്കെ വരില്ല, കതിരെന്ന് പറയും. അതൊക്കെ നമ്മൾ നുള്ളിക്കളഞ്ഞാൽ തുളസി ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, നന്നായി വളരുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ തുളസിയിലുള്ള ചീഞ്ഞ പൂക്കളൊക്കെ ചിലപ്പോൾ തണ്ടൊടിഞ്ഞാണ്, അതൊക്കെ നുള്ളി കളഞ്ഞ് വേണം തുളസി നിൽക്കാണ്ട്. അതിലാണ് തുളസി പൂജ. അതൊക്കെ കളഞ്ഞ് തുളസിക്ക് വെള്ളം ഒഴിച്ച്, വെള്ളയിന് മുകളിൽ തളിക്കും. ചുവട്ടിലൊഴിക്കുക മാത്രമല്ല, തളിച്ച് നമ്മളൊരു ചിരാതിലെങ്കിലും തുളസി പൂജ ചെയ്യുക. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റു, അടിച്ചു വാരി തളിച്ചു, നമ്മൾ കുളിച്ച് വിളക്ക് വെച്ചു, തുളസിക്ക് പൂജ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളും ഉച്ചാരണങ്ങളൊന്നുമില്ല. ഒരു ചിരാതിൽ വിളക്ക് വയ്ക്കുക, വെള്ളം തളിക്കുക, വെള്ളം ഒഴിക്കുക, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് പറ്റുവാണെങ്കിൽ തുളസിക്ക് പ്രദക്ഷിണം വെച്ചൊന്ന് തൊഴുതുള്ളൂ. കാരണം ലക്ഷ്മി ഏറ്റവും കൂടുതലുള്ളത് തുളസിക്കിലാണ്. തുളസി എന്ന് പറയുന്ന പൂവിലാണ് ലക്ഷ്മിയുടെ ഏറ്റവും അധിവാസം. അതാണ് തുളസിക്ക് പ്രദക്ഷിണം. നാലാമത് എന്താ ചെയ്യണേ? നാമജപം ചെയ്യുക. നമ്മുടെ കുടുംബദേവത, പരദേവത, ദേശാധിപത്യം വഹിക്കുന്ന 3 അമ്പലങ്ങൾ.
കുടുംബത്തിൻ്റെ ദേവത, കുടുംബത്തിൽ ദേവത വേണ്ട മൂല കുടുംബക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ കുടുംബക്ഷേത്രത്തിലെ ഈശ്വരന്മാരെ പ്രാർത്ഥിക്കാം. പരദേവത നമ്മുടെ വീടുകളിൽ വല്ല വെച്ച് സേവയോ മറ്റു കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രാർത്ഥിക്കുക. ദേശാധിപതി, നാടിൻ്റെ അധിപതി, തട്ടകത്തമ്പലം, ആ ഭഗവാന് പ്രാർത്ഥിക്കുക. അല്പം നേരം ഗണപതി സ്തുതി, മഹാദേവൻ്റെ സ്തുതി, ശ്രീകൃഷ്ണ സ്തുതി, ശ്രീരാമസ്തുതി, അങ്ങനെ പറയുന്ന നാമജപാദികൾ സ്തുതികളായിട്ട് ജപിക്കാം, നാമജപമായിട്ട് ജപിക്കാം. അതായത് എന്താ പറയണേ, എല്ലാ ഈശ്വരന്മാരുടെയും നാമങ്ങൾ കുറച്ച് ജപിക്കുക, കുറേശ്ശെ. നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുക, അങ്ങനെ ജപാദികൾ ചെയ്യുക. അപ്പോൾ എത്രയായി? കുളിച്ചു, ആദ്യം എണീറ്റു, വൃത്തിയാക്കി, കുളിച്ചു, വിളക്ക് വെച്ചു, തുളസിക്ക് പൂജ കഴിച്ചു, നാമം ജപിച്ചു. അഞ്ചാമത് എന്താ ചെയ്യണേ? ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കാനുള്ള, എല്ലാ മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുക്കാനുള്ള അവകാശവും കൂടെ ദൈവം തന്നിട്ടാണ് നമുക്ക് ഭക്ഷണങ്ങൾ നൽകുന്നത്. നമുക്ക് ഇത്രയും പൈസ അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ നടക്കണേ ഇവരെയും കൂടെ സഹായിക്കണം, ഈ മിണ്ടാപ്രാണികളെ. അപ്പോൾ പക്ഷികൾക്ക്, കിളികൾക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പാത്രത്തിൽ ഒരല്പം ഭക്ഷണം വയ്ക്കുക, വെള്ളം വയ്ക്കുക. കാക്കകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. ജീവജാലങ്ങളെ സംരക്ഷിക്കുക. ഇനി പശുവൊക്കെ ഉണ്ട്, തൊഴുത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴുത്തിൽ കാടിവെള്ളമൊക്കെ കൊടുത്ത് ഭഗവാന് പശുവിന് പുല്ലൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി അങ്ങനെ മതി. അങ്ങനെ അതും കൊടുക്കാം. ഭക്ഷണങ്ങൾ കൊടുക്കുക. മനസ്സിലാവുന്നുണ്ട്? ഗോപൂജ നിർബന്ധമാണ്. ഗോക്കളുണ്ടെങ്കിൽ അവരെ പൂജ കഴിക്കുക. അതൊക്കെ ആ സമയത്ത് ചെയ്യേണ്ട. ഭക്ഷണങ്ങൾ ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ 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 കേമാണ്. അപ്പം നമ്മൾ അവർക്കത് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം ചെയ്യേണ്ടത്, അപ്പം നമ്മൾ ജീവജാലങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ജീവജാലങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ രാവിലത്തെ ഒരു തുടക്കമായി. നമ്മൾ വൃത്തിയാക്കി, വിളക്ക് വെച്ചു, നാമം ജപിച്ചു, തുളസി പൂജ കഴിച്ചു, ജീവജാലങ്ങൾ. പിന്നെ നമ്മൾ അന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈശ്വരന്മാരെയൊക്കെ പ്രാർത്ഥിച്ച് നടത്തി. അപ്പോൾ അതൊരു ദിവസത്തിൻ്റെ ചിട്ടയാണ്. വൈകുന്നേരങ്ങളിൽ നാമജപം വേണം. വൈകുന്നേരങ്ങളിൽ നാമജപം വേണം. അതുപോലെ തന്നെ വൈകുന്നേരം നാമജപം എല്ലാം കഴിഞ്ഞ് നന്ദി എന്ന് പറയണേ. അതായത് എന്താ കാര്യം എന്ന് വെച്ചാൽ, ആ ഒരു ദിവസം മംഗളകരമായി തീർത്തതിന്, ആ ഒരു ദിവസം നമുക്ക് സഹായം നൽകിയവർ, ആ ഒരു ദിവസം നമുക്ക് ഉപകാരം ചെയ്ത ഈശ്വരന്മാരോട് എല്ലാവരോടും ഒരു കൃതജ്ഞത നമ്മൾ രൂപത്തിൽ. അപ്പോൾ എന്നെ സഹായിക്കുന്ന, എന്നെ സഹായിച്ച, എനിക്ക് നന്മ പറഞ്ഞു തന്ന എല്ലാ ഈശ്വരന്മാരെ, നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു കൃതജ്ഞതയോടുകൂടി അവരെ ഒന്ന് തൊഴുന്നത് വളരെ നല്ലതാണ്. എല്ലാ ജപാദികൾ കളഞ്ഞ്. അത് ആറാമത്തെയാണ്. 9 കാര്യമാണ്. ഏഴാമതെന്താ? കുടുംബത്തിൽ ഐശ്വര്യം നിൽക്കാൻ പരുഷമായ വാക്കുകളും കലഹങ്ങളും ഒഴിവാക്കുക. ഇത് ഞാൻ അത്രയും പറഞ്ഞ 6 കാര്യം ഒരു ജീവിത ചിട്ടയാണെങ്കിൽ, ഏഴാമത് പറയണത് പരുഷമായ വാക്കുകൾ. എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന പരുഷമായ വാക്കുകൾ ഒന്നും കുടുംബത്തിൽ ഉപയോഗിക്കാതെ, കലഹങ്ങൾ 100% ഒഴിവാക്കുക. എക്സ്പെഷ്യലി സ്ത്രീകളുടെ കണ്ണീര് കുടുംബത്തിൽ വീഴിക്കാതിരിക്കുക. ആ രീതി ശ്രദ്ധിക്കണം. 8, സാമ്പത്തിക അച്ചടക്കം വേണം. സാമ്പത്തിക അച്ചടക്കം എന്താ? നമ്മുടെ വരവ് എത്രയാണോ അത് നമ്മൾ കണക്കാക്കുക, ചിലവ് എത്രയാണോ അത് നമ്മൾ കണക്കാക്കുക. അപ്പോൾ അതായത് വരവും ചെലവും തമ്മിൽ പരസ്പര ബന്ധമില്ലാതെയുള്ള ജീവിതചര്യയാണ് ഒരാളെ നശിപ്പിക്കുന്നത്. അതായത് പണ്ട് കാരണവന്മാർ പറയും 4 കാശുണ്ടെങ്കിൽ ജീവിക്കാം. ആ 4 കാശെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാശ് ഇപ്പം ജീവിക്കാൻ, രണ്ടാമത്തെ കാശ് ഇപ്പോഴത്തെ കടം തീർക്കാൻ, മൂന്നാമത്തെ കാശ് നാളെ ജീവിക്കാൻ, നാലാമത്തെ കാശ് നാളത്തെ കടം തീർക്കാൻ. എന്ന് പറഞ്ഞാൽ 50 രൂപ കിട്ടിയാൽ 25 രൂപ ഇന്ന് ജീവിക്കാനും 25 രൂപ ഭാവി ജീവിക്കാനും. പകുതി എടുത്തു വെച്ചോളാനാണ് പണ്ട് കാരണവന്മാർ പറഞ്ഞത്. ഞാൻ അത്രയും പറയുന്നില്ല. വരുമാനത്തിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് ഞാൻ എൻ്റെ നാളത്തെ ലൈഫിന് വേണ്ടി മാറ്റിവെക്കും എന്ന് മാറ്റി വച്ചതിന് ശേഷം ഈ പറയുന്ന പൈസകൾ ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി ചിലവാക്കിയാൽ മാത്രമേ അവർക്ക് തരാം. കാരണം ഓരോ രൂപയും ലക്ഷ്മിയാണ്. ലക്ഷ്മിയെ തോന്നിവാസമെറിഞ്ഞാൽ ലക്ഷ്മി തിരിച്ചു വരില്ല. ബഹുമാനപൂർവ്വം ചിലവഴിക്കണം, ആവശ്യമുള്ളത് ചിലവഴിക്കണം. അതുകൊണ്ടാണ് സാമ്പത്തിക അച്ചടക്കം വേണമെന്ന് പറയുന്നത്. ആ സാമ്പത്തിക അച്ചടക്കവും കൂടെ ഉണ്ടാകുമ്പോഴാണ്
ഐശ്വര്യം തന്നെ. നാമം മുഴുവൻ ജപിച്ചു, കിട്ടണ പൈസ മുഴുവൻ ആർഭാട ചെലവിന്, എന്നും ഹോട്ടലിൽ നിന്ന് ഫുഡ്, ഇഷ്ടം പോലെ ഡ്രസ്സ്, ചുമ്മാ കറങ്ങിയെടുക്കുക. രക്ഷപ്പെടുമോ? രക്ഷപ്പെടില്ല. അതാണ് സാമ്പത്തിക അച്ചടക്കം വേണം. അതാണ് ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ കാര്യം. സമൂഹത്തിലെ എല്ലാ ജീവജാലങ്ങളുടെ വിഷമങ്ങളിൽ നമ്മൾ വിഷമിക്കാൻ പഠിക്കണം. നമ്മുടെ തൊട്ടടുത്തുള്ളവർ, ജാതി ഏതാവട്ടെ, മതം ഏതാവട്ടെ, എന്ത് തന്നെയാട്ടെ, അവരുടെ വരുന്ന സങ്കടങ്ങളിൽ ആ സങ്കടങ്ങളിൽ കൂട്ടുചേരാനുള്ള മനസ്സ് വേണം. അവരുടെ വിഷമങ്ങളിൽ അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവണം. ഒരു അനാഥനെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവണം. ഒരു പാവപ്പെട്ടവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. ഒരു വസ്ത്രമില്ലാത്തവന് വസ്ത്രം മേടിച്ച് കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. നമുക്കൊരു അത്യാവശ്യം പൈസ കേൾക്കണ്ടേ, ഒരു അനാഥാലയത്തിൽ ഒരു 5 കിലോ അരി മേടിച്ച് കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം. ആരുമില്ലാത്തവന് എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്ന, ഒരു ദാനം ചെയ്യാൻ പറ്റുന്ന, ഒരു സഹായം ചെയ്യാൻ പറ്റുന്ന, ഒരു വേദന കണ്ടാൽ വിഷമമുണ്ടാകുന്ന ഒരു മനസ്സിൻ്റെയും കൂടെ ഉടമയായി കഴിഞ്ഞാൽ ഈ 9 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ ഐശ്വര്യപ്രദമാക്കുന്നത്. ഈ 9 കാര്യങ്ങൾ. ഏറ്റവും അവസാനം ദാനവും കൂടെ വരുന്നുണ്ട്. ആ ദാനത്തിൻ്റെ കഥ ഞാൻ പറയണേ. ഒരു വിഷമിക്കുന്നവനെ, ഒരു വിശക്കുന്നവന് 10 പൈസയുടെ ഉപകാരം ചെയ്യില്ല. ഒരു നേരത്തെ ചോറും കൊടുക്കില്ല, ഒരു തോർത്തുകൊണ്ട് മേടിച്ചു കൊടുക്കില്ല. അവന് പിന്നെ ദൈവം പൈസ കൊടുത്ത ആർക്കാ ഗുണം കിട്ടണം? ദൈവം നിരീക്കില്ലേ? അവന് കൊടുത്ത 10 പേർക്ക് അത് ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ ദൈവം വീണ്ടും വീണ്ടും കൊടുക്കും അല്ലേ? അപ്പോൾ അതാണ് ഏറ്റവും അവസാനം ദാനം പറയണത്. ഈ 9 കാര്യങ്ങൾ ജീവിതത്തിലൊരു പാഠമാക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആ വ്യക്തിയോട് ചോദിച്ച പോലെ സാധാരണ ജനങ്ങൾക്ക് സാധാരണ പോലെ ഐശ്വര്യം ഉണ്ടാകാനുള്ള കുറച്ച് ടിപ്സ്, കുറച്ച് കാര്യം പറയാം. ഇത് ചെയ്തോളൂ. ഇത് സാധാരണക്കാരനും അസാധാരണക്കാരനും ജയിക്കും. എല്ലാവർക്കും ജയിക്കാൻ പറ്റുന്ന ഒരു ചിട്ടയായ ജീവിതമുണ്ടെങ്കിൽ മാത്രമാണ് ചിട്ടയായി നിൽക്കുന്ന ലൈഫ് ഉണ്ടാവുള്ളൂ. ചിട്ടയായ ജീവിതത്തിലൂടെ നമ്മൾ പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് അതിൻ്റെ ഐശ്വര്യം കിട്ടുകയുള്ളൂ. ഓരോ വേദനയും കണ്ട്, ഓരോ ഐശ്വര്യവും കണ്ട്, ഓരോ നന്മയും കണ്ട്, ഓരോ കാര്യങ്ങൾ അതുപോലെ ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് സക്സസ് റേറ്റ്, പൂർണ്ണത കിട്ടും. അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തോളൂ. ഈ ചെറിയ കാര്യങ്ങൾ 9 ശീലമാക്കുന്നത് സർവൈശ്വര്യത്തിന് നല്ലതാണ്. നമസ്കാരം. ഗോവിന്ദൻ.